എന്ത് ഭംഗി ഇവിടെ കാണാൻ. ഹേയ് സുഭദ്രദേവി, മോളിവിടെ എന്തെടുക്കുവാ? രാമ, എന്ത് ഭംഗി ഇവിടെയൊക്കെ കാണാൻ. ഹാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇവിടെ കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കുന്നു. നല്ല രസമുണ്ട് രാമ ഇവിടെയൊക്കെ കാണാന്. നല്ല തണുത്ത കാറ്റും. അതാ ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ അവിടെ വാശി പിടിച്ച് ആ കാട്ടിൽ തന്നെ ഇരുന്നെങ്കിൽ നിനക്ക് ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നോ? ഏയ്, ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞാൻ മനസ്സിലാലോചിക്കാ വന്നത് എത്ര നന്നായിന്ന്. അതാണ്. സാർ, കഴിക്കാൻ എന്താ വേണ്ടത്? സുഭദ്ര, നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് താറാവിന്റെ ഇറച്ചി. അങ്ങനെയൊന്നും ഇവിടെ കിട്ടത്തില്ല. താറാവ് ബിരിയാണി വേണോ, കോഴി ബിരിയാണി വേണോ? എന്ത്, ബിരിയാണിയോ? അതെ, താറാവിന് പച്ചക്ക് തിന്നാനൊന്നും ഇവര് തരില്ല. അതെന്താ? മോളെ, ഇത് കാടല്ല, ഇത് നാടാണ്. ബിരിയാണിയെങ്കിൽ ബിരിയാണി. എന്നാ ഞാൻ 2 ബിരിയാണി പറയാം. ചിക്കൻ ബിരിയാണി പറഞ്ഞോട്ടെ? കോഴിനെയാണോ ചിക്കൻ നിങ്ങൾ പറയുന്നേ? അതെ. എന്നാ അങ്ങനെ പറഞ്ഞോ. പിന്നൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ? ഈ ബിരിയാണിയിലുണ്ടല്ലോ ആണി വേണ്ട കേട്ടോ. ബിരിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോഴി മതി. എന്ത്? അതെ, ഞാൻ ആണി കഴിക്കില്ല. ഞാന് ബിരി മാത്രം കഴിച്ചോളാം. അയ്യേ, നീ എന്തീ പറയുന്നേ? അതെ ചേട്ടാ, ഞങ്ങൾ കാട്ടില് ആണി കഴിക്കാറില്ല. നാട്ടിലുള്ള ആൾക്കാരായിരിക്കില്ലേ ആണി കഴിക്കുക. എന്റെ ഈശ്വര, ഈ പെണ്ണിനോട് ഞാൻ എന്ത് പറയാനാ? സാർ, എന്താ വേണ്ടെന്ന് പറഞ്ഞില്ല? 2 ചിക്കൻ ബിരിയാണി. ഓക്കെ സാർ, ഇപ്പൊ എടുത്തിട്ട് വരാം. സാർ, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ടേബിൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് പോവാം. ഓക്കേടോ. ഓക്കെ സാർ, 5 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ടേബിളിൽ ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ വന്ന് വിളിക്കാം. ശരി ശരി. അതുവരെ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ കേട്ടോ. ശരി ശരി. രാമ. എന്തേ? ഏയ്, ഒന്നുമില്ല, ചുമ്മാ വിളിച്ചതാ. കുറച്ചു സമയത്തിന് ശേഷം. സാർ. എന്താ, ഫുഡ് റെഡി ആയോ? യെസ് സാർ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആ ടേബിളിൽ വന്നിരുന്നോളൂ. ഓക്കെ. ഈ ചക്കരെ ഞാൻ എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നു. വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം എന്താ പേരെന്ന്. അതെ, നിങ്ങളെ പേരെന്താ? എന്റെ പേര് രാമൻ. എന്റെ പേര് ഞാനാണോ നീയാണോ പറയണ്ടേ? അത് പിന്നെ എനിക്കറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞതാ. എന്റെ പേര് രാമൻ. എന്താടോ? അത് പിന്നെ നിങ്ങൾ എവിടെയോ കണ്ടു മറന്ന മുഖം പോലെ എനിക്ക് തോന്നി. താൻ എന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ നാട്ടിൽ തന്നെയുള്ള ആളാ. സാർ. പിന്നെ കൂടെയുള്ളതാരാ? വൈഫാണോ? അതൊക്കെ എന്തിനാ താൻ അറിയുന്നേ? അത് വേറൊന്നല്ല സാർ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിച്ചറിയാറുണ്ട്. അതെന്തിനാ? അത് ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് സാർ, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇപ്പൊ ഇവളെന്റെ വൈഫല്ല, പക്ഷെ ഉടനെ എന്റെ വൈഫ് ആവും. ശരി സാർ, കല്യാണം ഉറപ്പിച്ചതാണോ? അപ്പൊ വൈഫ് എന്ന് പറഞ്ഞ ഭാര്യയാണോ ഇവർ ഉദ്ദേശിക്കുന്നേ? അങ്ങനെയും പറയാം. ശരി സാർ, ഫുഡ് എന്നാൽ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടേ, വന്ന് കഴിച്ചോളൂ. ശരി ശരി. എന്തേ? ഞാൻ എന്താ പറഞ്ഞേ? താൻ കേട്ടില്ലേ? പിന്നെ നിന്നൊരു ചോദ്യം ഇങ്ങോട്ട്. അത് പിന്നെ വൈഫ് എന്ന് പറഞ്ഞ ഭാര്യയാണോ? ഏയ് അല്ല, വൈഫ് എന്ന് പറഞ്ഞാ നമ്മള് ഈ സുഹൃത്തുക്കളില്ലേ, സുഹൃത്തുക്കളുടെ ഇംഗ്ലീഷ് വേർഡാ വൈഫ് എന്ന് പറഞ്ഞ. ഓ ആണോ? ഞാനങ്ങ് പേടിച്ചു പോയി. അപ്പൊ അവര് പറഞ്ഞില്ലേ കല്യാണം ഉറപ്പിച്ചതാണോന്ന്? പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് വേറെ ഒന്നല്ല, നീ എന്റെ സുഹൃത്താണല്ലോ, അപ്പോ നീ ഉടനെ കല്യാണം കഴിക്കുമോ എന്നാണ് അയാൾ ചോദിച്ചത്. അല്ല, നമ്മൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചതാണോന്ന് അയാൾ ചോദിച്ചത്. അല്ല സുഭദ്ര, എനിക്കിപ്പോ എന്താ നിന്നോട് കള്ളം പറഞ്ഞിട്ട്? എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു എനിക്ക്. എല്ലാം നിന്നെ തോന്നല. വാ സുഭദ്ര, പോയിട്ട് ഭക്ഷണം കഴിക്കാം. ആരോടെങ്കിലും ചോദിച്ചു നോക്കാം വൈഫ് എന്ന് പറഞ്ഞ എന്താന്ന്. രാമൻ എന്തൊക്കെയോ കളത്തരങ്ങൾ എന്നോട് പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. സുഭദ്ര, വാ ഭക്ഷണം കഴിക്കാം. അതെ, വന്നു. അല്ലടോ, താനെന്താ ഭക്ഷണം കഴിക്കാത്തെ? ഹേയ് സുഭദ്ര, തന്നോടാ ഞാൻ ചോദിക്കുന്നേ. ഹലോ. താനെന്താടോ എന്റെ കണ്ണിലൊക്കെ എന്നെ നോക്കി നിൽക്കുന്നേ? വാ ഭക്ഷണം കഴിക്കേ. അതൊന്നുമില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്റെ കോഴിക്കാലും നിനക്ക് കിട്ടേണ്ടി വരുമല്ലേ? അതൊന്നുമില്ല. പിന്നെന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല. എന്നാ സമയം കളയല്ലേ, വേഗം കഴിക്ക്. ഇയാളെ വീട് ഇവിടെ എവിടെയാ? എന്റെ വീടോ? അതെന്തിനാ തനിക്ക് പറഞ്ഞിട്ട്?
ഏതായാലും ഇതുവരെ വന്നല്ലേ, അപ്പോ തന്റെ വീട്ടിലൊന്ന് കയറിയിട്ട്, എന്ത്? അല്ല തന്റെ അച്ഛനും അമ്മയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്റെ വീട് ഇവിടുന്നും കൊറേ ദൂരെയാ. അയ്യോ, ആണോ? അതെ, അതുകൊണ്ട് ഇവിടുന്ന് ഇനി പോക്ക് നടക്കില്ല. ഓ, എന്നാ വേണ്ട, പിന്നൊരു ദിവസം ആവട്ടെ. ആ, എന്ത്? ഏയ്, ഒന്നുമില്ല. പിന്നൊരു ദിവസം ആവട്ടെ എന്നല്ലേ? അപ്പൊ താന് ഇനിയും വരും ഈ പട്ടണത്തിലേക്ക്? ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം. രാമ, ദേ അതെന്താ? എന്ത്? ഇയാളെ ബാക്കില് എന്തൊക്കെയോ സാധനങ്ങള്, ഒന്ന് നോക്കോ, അതെന്താന്നൊന്ന് പറഞ്ഞു തരും എന്നിട്ട്. ഓ, ഇതായിരുന്നോ? അതെ, ഇതെന്താ രാമ? ഇതാണ് ഐസ്ക്രീം. നല്ല രുചിയാ കഴിക്കാന്, നല്ല തണുപ്പായിരിക്കും. ആഹാ. ഏയ്, 2 ഐസ്ക്രീം എടുക്കട്ടെ? സുഭദ്ര, തനിക്ക് ഐസ്ക്രീം വേണോ? അങ്ങനെ ചോദിച്ചാ അതൊക്കെ എന്ത് ചോദിക്കാനാ സാറേ, അങ്ങ് വാങ്ങിച്ചു കൊടുക്ക്. പെണ്ണുമ്പിള്ളയല്ലേ, പെണ്ണുമ്പിള്ളയുടെ ഇഷ്ടം അങ്ങ് നടത്തി കൊടുത്തേക്ക്. എന്താ രാമ നീ ചിരിക്കുന്നേ? എല്ലാവരുടെ വിചാരവും നമ്മള് തമ്മില് കല്യാണം കഴിച്ചതാണെന്ന്. നീ എന്റെ ഭാര്യയാണെന്നാ എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കുന്നേ. അതെനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ 2 ഐസ്ക്രീം വാങ്ങാല്ലേ? വാങ്ങിച്ചോ. ചേട്ടാ, 2 ഐസ്ക്രീം. ഏത് ഫ്ലേവറാ വേണ്ടേ? സുഭദ്ര, നിനക്ക് ഏത് ഫ്ലേവറാ വേണ്ടേ? അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ വാങ്ങുന്നത് എനിക്ക് വാങ്ങിച്ചു തന്നേക്ക്. ശരി ചേട്ടാ, ഏതേലും 2 ഫ്ലേവർ എടുത്തോ. ശരി ചേട്ടാ, എത്ര രൂപയായി? 200 രൂപ മോനെ. ഇപ്പൊ തരാവേ. ദേ പിടിക്ക്, പൈസ കൊടുക്കട്ടെ ഞാൻ. ശരി. ഇതാ ഏട്ടാ പൈസ. ഇടോ, താനെന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? കഴിക്കടോ. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, വാങ്ങിച്ചു തന്നു. എന്നിട്ട് താനെന്താ കഴിക്കാത്തെ? സുഭദ്ര, രാമ, കഴിക്കടോ. ഞാൻ കഴിച്ചോളാം. എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? നല്ല രുചിയുണ്ട്. പിന്നെ എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് മനസ്സിലായി രാമ. എന്ത്? ഞാനെന്താ പറയാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ പറ, ഞാനെന്താ പറയാൻ പോകുന്നേ? അത് പിന്നെ തനിക്ക് എന്നെ ഇഷ്ടാണെന്നല്ലേ? ഏയ്, അല്ല. പിന്നെന്താ പറയാമെന്നേ? അത് വേറൊന്നല്ല. ഈ ഐസ്ക്രീമിലെ ചെറി തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിങ്ങ് തരാനാ. അയ്യേ, ഞാൻ നാണം കെട്ടു. അയ്യേ, ഞാനിനി ഇയാളെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നാലും താൻ പറഞ്ഞത് എനിക്ക് മനസ്സിന്ന് പോകുന്നില്ലടോ. ഞാൻ മനസ്സും പോലെ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ താൻ എന്നോട് ഇപ്പൊ പറഞ്ഞത്. അത് പിന്നെ എന്റെ സുഭദ്ര, ഇത് നിന്റെ വായെന്ന് വീഴ്ത്താൻ വേണ്ടി തന്നെയാ ഞാൻ ഈ അടവെറുക്കിയത്. നിന്റെ മനസ്സിലിപ്പോ മുഴുവനും ഞാനാണെന്ന് എനിക്കറിയാം. നീ ഇങ്ങോട്ട് ഇഷ്ടാണെന്ന് പറയുന്ന വരെ ഞാൻ അങ്ങോട്ട് ഇഷ്ടാണെന്ന് പറയില്ല പെണ്ണേ. എന്താ രാമനെന്താ ഒറ്റയ്ക്ക് പിറുപിറുക്കുന്നേ? അത് വേറൊന്നല്ല, എന്നാലും നിന്റെ ഒരു മനസ്സിലിരിപ്പേ. അത് ഞാൻ പെട്ടെന്ന് മനസ്സിലായി.